നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ബഹളം. മേയറുടെ ഡയസിന് സമീപം പ്രതിഷേധവുമായി LDF കൗൺസിലർമാർ എത്തി. തുടർന്ന് യോഗ അജണ്ടയിലെ എല്ലാ തീരുമാനങ്ങളും പാസാക്കിയതായി അറിയിച്ചുകൊണ്ട് മേയർ VV രാജേഷ് കൗൺസിൽ അവസാനിപ്പിച്ചു. കൗൺസിൽ യോഗത്തിന് ശേഷം UDF BJP കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയായി. ഹാജർ ഒപ്പിടാൻ അനുവാദം നൽകിയില്ല എന്ന പരാതിയുമായി UDF കൗൺസിലർമാർ എത്തിയതോടെ ഹാജർ രജിസ്റ്ററിനായി പിടിവലിയും നടന്നു. കൗൺസിലർമാരായ ശബരിനാഥും ചെമ്പഴന്തി ഉദയനും തമ്മിൽ വാക്കേറ്റവും നടന്നു. LDF കൗൺസിലർമാർ മേയറുടെ ചേംബറിന് മുമ്പിൽ പ്രതിഷേധിച്ചു. സ്കൂളിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന തേർഡ് റേറ്റ് എംബും അൺപാർലമെന്ററി ഉപയോഗിക്കുകയാണ്. വന്ന് നമ്മുടെ വനിതാ കൗൺസിലർമാരെ അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്ക് പിടിച്ചു മാറ്റുകയും ചെയ്തു. അതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട അവസ്ഥ നമുക്കില്ല. അതായത് ആരാക്കണം കൗൺസിലർമാരെല്ലാം കൂടെ ആ വിശ്വസിച്ചു. അതേ തന്നെ ശബ്ദം പറഞ്ഞല്ലോ, സ്ത്രീകൾ കയറിയായിരിക്കും അതിന്റെ സ്വഭാവം കാരണം മതിയല്ലോ. നമ്മുടെ ചട്ടങ്ങൾ കയറി അന്വേഷിച്ച് നോക്കിയാണ് അവിടെ വന്ന് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് സംസ്കാരമാണ്? ഇതാണോ രാഷ്ട്രഭാരത സംസ്കാരം? അറ്റാക്ക് ചെയ്യാണ്. ആര് അറ്റാക്ക് ചെയ്തു? അത് ഇത് നിങ്ങൾ ഇത്രയും ചാനലല്ലേ? ഷർട്ട് ആരും ഉദയന്റെ ഷർട്ട് ഉദയൻ തന്നെ ഊരി, ഈ മിനിറ്റ്സ് ബുക്കിംഗ് ഉദയൻ തന്നെ കയറിയിട്ടു. കാരണം നമ്മുടെ സ്ത്രീകളെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പറയാനുള്ളത് പറയും, അവരെ ചെറുത്ത് നിൽക്കും. അവരൊക്കെ കണ്ട് സംസ്കാരം കാണിക്കുകയാണ്. എനിക്ക് അവിടുത്തെ വനിതാ ആലോചിച്ച് വിഷമം വരുവാണ്. കാരണം അവരിതെങ്ങനെ നിർത്താൻ വേണ്ടി നിർത്തുന്നില്ല. അങ്ങനെയുള്ള വിത്തുകാളുകളൊന്നും കണ്ടാണ്ട് ആവശ്യം നമുക്ക് വിടില്ല. തീർച്ചയായിട്ടും സംശയമുണ്ടോ? അങ്ങനത്തെ വിത്തുകാളുകൾ കോർപ്പറേഷൻ വേണ്ട. ഈ നാടിന് ഈ സംസ്കാരത്തിന് ശരിയാണ്. കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൗൺസിൽ നടപടികൾ തുടങ്ങാം. അംഗങ്ങളൊക്കെ തന്നെ അഭിപ്രായം പറയാം. ഡാൻ കുരുവിന്റെ വിശദാംശങ്ങളുമായി. ഡാൻ, ചെമ്പഴന്തി ഉദയൻ പറയുന്നു കെ ശബരിനാഥൻ ഷർട്ട് കയറി, എന്നാൽ ഷർട്ട് സ്വയം കയറിയതാണെന്ന് ശബരിനാഥൻ പറയുന്നു. The whole council today was planned by BJP in a way that the attendance doesn't take place. One of their councillors has missed 2 sessions, and if he misses today's session also, he might. യോഗത്തിലുണ്ടായത് തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള, പരസ്പരമുള്ള കയ്യേറ്റം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ മേൽനോട്ടത്തിൽ വൻ പോലീസ് സംഘം, വനിതാ പോലീസ്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘം കൗൺസിൽ ഹാളിന് മുൻപിലും നഗരസഭാ കവാടത്തിലുമൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ പരിക്കേറ്റ കൗൺസിലർമാരെ അടക്കം ആംബുലൻസിലാണ് യോഗത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിച്ചത്. 2:30 തന്നെ കൗൺസിൽ യോഗം ആരംഭിച്ചു. യോഗം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിഷേധവുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് LDF കൗൺസിലർമാർ, SP ദീപക് ഉൾപ്പെടെയുള്ള LDFന്റെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ മേയർ VV രാജേഷിന്റെ ഡയസിനടുത്തേക്ക് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എത്തിയതോടെയാണ് ഈ പ്രതിഷേധം അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കൗൺസിൽ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനകത്ത് തികച്ചും ആ കൗൺസിലിന്റെ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പ് രേഖപ്പെടുത്തി പോകാനുള്ള പൂർണ്ണ അവകാശം ഓരോ ജനപ്രതിനിധികൾക്കും ഉണ്ട്. അതിനാണല്ലോ രജിസ്റ്റർ ബുക്ക് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഒപ്പ് രേഖപ്പെടുത്താനായിട്ട് ഒരുങ്ങുമ്പോൾ ചെമ്പഴന്തി ഉദയൻ അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട് ബലാത്കാരമായി അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണ്. മാത്രമല്ല, ആ ബുക്ക് ഇപ്പൊ കീറിയിട്ടുണ്ട്. തികച്ചും സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി സുഗതൻ ഒപ്പിട്ടില്ലെങ്കിൽ മറ്റൊരു കൗൺസിലർമാരും ഈ പറയുന്ന ബുക്കിൽ ഒപ്പിടണ്ട എന്നുള്ള കാര്യം അവർ തികച്ചും ചർച്ച ചെയ്ത് വന്നത് തന്നെയാണ്. അവരുടെ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതാണ് അവരിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ കൂടെയുള്ള വനിതാ കൗൺസിലർമാർ എന്റെ മുഖത്തേക്ക് ചൂടുവെള്ളം എടുത്തൊഴിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള മറ്റു വനിതാ കൗൺസിലർമാരെ ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു. അവരെ ബലാത്കാരമായി ഉപദ്രവിക്കുന്നു. അവരെ പിടിച്ചു വലിക്കുന്നു. ഇത്രയേറെ ഏതോ പാർട്ടിയോ ആയിക്കോട്ടെ, LDF UDF ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ജനപ്രതിനിധികളാണെന്നുള്ള മര്യാദ നമ്മൾ കാണിക്കണ്ടേ? മാത്രമല്ല, ഒരു കൗൺസിൽ ഹാളിൽ നിന്ന് കൗൺസിൽ കൂടി പിരിഞ്ഞു പോകുന്ന സഹ കൗൺസിലർമാരാണ്. അവരോട് സാമാന്യം മനുഷ്യത്വപരമായി പെരുമാറാൻ പഠിക്കണ്ടേ? ഇതൊന്നും കാണിക്കാതെ BJPയുടെ ഗുണ്ടായിസമാണ് ഇന്ന് കൗൺസിൽ ഹാളിനകത്ത് നടന്നിരിക്കുന്നത്. ഇതിനെല്ലാം മേയർ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. ഇതിനെല്ലാം മേയർ സപ്പോർട്ടാണെന്ന് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ആക്രമിച്ചു. ചെമ്മഴന്തി ഉദയൻ മാത്രമല്ല മറ്റ് കൗൺസിലർമാർ മുഖത്തേക്ക് ഗ്ലാസ്സിലിരിക്കുന്ന ചൂടുവെള്ളം, ഈ ഗ്ലാസ്സിലിരിക്കുന്ന ചൂടുവെള്ളം ഞങ്ങളുടെ മുഖത്തേക്ക് എടുത്ത് ഒഴിക്കുന്ന സാഹചര്യം. മുഖത്തേക്ക് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിട്ടതാണോ? അത് തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. സുഗതനില്ലാത്ത കൗൺസിൽ നടക്കണ്ട എന്നും സുഗതൻ ഒപ്പിടാത്ത അറ്റൻഡൻസ് ബുക്കിൽ മറ്റൊരു കൗൺസിലർമാർ ഒപ്പിടണ്ട എന്നുള്ളതും തന്നെയാണ് അവരുടെ അജണ്ട. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ ഒരു പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ചൂടുവെള്ളം ഒഴിച്ചെന്നുള്ള പരാമർശങ്ങൾ വരുന്നു, ബലാത്കാരം ചെയ്തെന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നു. ഇതെല്ലാം ഈ സുഗതനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് UDF കൗൺസിലർമാരുടെ വാദം. ഹരി, 101 കൗൺസിലർമാരാണ് ആകെയുള്ളത്. അതിൽ സുഗതൻ ഒഴിച്ചു നിർത്തിയാൽ മേയർ ഉൾപ്പെടെ ബാക്കി 100 പേർ. ഈ 100 പേരും കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്താൽ അതിന്റെ രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. പക്ഷേ അതിൽ പകുതിയിലേറെ പേർക്ക് ഈ ഹാജർ ബുക്കിൽ ഒപ്പുവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലേക്ക് ഒരു പിടിവലിയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ സാഹചര്യം ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന ആക്ഷേപമാണ് LDF-ഉം UDF-ഉം ഉന്നയിക്കുന്നത്. UDF-ന്റെ വനിതകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്ക് നേരെ ചെമ്മഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും നേതാക്കന്മാരുടെയും BJP-യിലെ മറ്റ് കൗൺസിലർമാരുടെയും ഭാഗത്തു നിന്ന് കയ്യേറ്റ ശ്രമം ഉണ്ടായി. അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് UDF വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ KS ശബരിനാഥനും ചെമ്മഴന്തി ഉദയനും തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കം ഒരു കയ്യേറ്റത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതിനിടയിൽ മറ്റ് നേതാക്കൾ ഇടപെട്ടാണ് ഇരുവരെയും അവിടെ നിന്ന് പിടിച്ച് മാറ്റിയത്. അതിനുശേഷമാണ് മേയർ VV രാജേഷ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയത്. ആ ഓഫീസിന് മുമ്പിലും LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സമീപകാലത്തൊന്നും നഗരസഭയിൽ ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസവും LDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ മേയറുടെ ഓഫീസിന് മുമ്പിൽ വെച്ച് വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. തുടക്കം മുതൽ തന്നെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. ആ പ്രതിസന്ധികൾക്കിടയിലാണ് വിഷയങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മുഴുവൻ പാസാക്കിയതായി വ്യക്തമാക്കിക്കൊണ്ട് മേയർ കൗൺസിൽ യോഗം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മടങ്ങിയത്. ഇപ്പോഴും പ്രതിഷേധവുമായി LDF-ന്റെയും UDF-ന്റെയും കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയാണ്. വ്യക്തമാണ്. UDF-ന്റെയും BJP-യുടെയും കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം കൗൺസിൽ യോഗത്തിനിടയിൽ അവസാന നിമിഷം മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്. അതിനിടയിലാണ് BJP കൗൺസിലർമാർ അറ്റൻഡൻസ് ബുക്ക് പിടിച്ചു വാങ്ങുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. വനിതാ കൗൺസിലർമാരെ UDF കൗൺസിലർമാരെ ചെമ്മഴന്തി ഉദയൻ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ അത് മാധ്യമ ദൃശ്യങ്ങളിലുമുണ്ട്. അത് വ്യക്തമാണ്. അതിനുശേഷം വാക്കേറ്റം ഉണ്ടാകുന്നു, പ്രക്ഷുബ്ധമുണ്ടാകുന്നു. അതിനിടയിൽ KS ശബരിനാഥനും ചെമ്മഴന്തി ഉദയനും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. മാധ്യമങ്ങളോട് ശബരിനാഥൻ സംസാരിക്കുമ്പോൾ പോലും അൺപാർലമെന്ററി ആണ് എന്നാലും താൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചു മുഖത്തേക്ക് ഒഴിച്ചു എന്ന് വൈഷ്ണവ് സുരേഷിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ യോഗം നടക്കരുത്, ഈ കൗൺസിൽ ഈ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടരുത്, സുഗതനില്ലാത്ത കൗൺസിൽ യോഗം നടത്തണ്ട എന്നുള്ള BJP-യുടെ അജണ്ട പ്രകാരമാണ് ഇങ്ങനെയുള്ള കയ്യാങ്കളിയിലേക്ക് നടത്തിയത്. നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് BJP കൗൺസിലർമാരും കൂടി എത്തിയത് എന്നുള്ളതാണ് വാക്കുകൾ. അതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നതും UDF LDF കൗൺസിലർമാർ കൂടി വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്. അടുത്ത കാലത്തൊന്നും തന്നെ ഇത്രയും ശക്തമായ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല എന്നതും കൂടി കണക്കാക്കണം. അതിനിടയിലാണ് ഇത്രയും വലിയ ബഹളങ്ങൾ ഉണ്ടാകുന്നത്. ഈ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് BJP അംഗങ്ങൾ എത്തിയത് എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി എത്തുന്നു. അതിനിടയിലാണ് വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്ത സാഹചര്യത്തിലേക്കും നീങ്ങുന്നൊരു കാര്യങ്ങളുണ്ടാകുന്നത്. ചൂടുവെള്ളം ഒഴിക്കുക, വസ്ത്രങ്ങൾ വലിച്ചു കീറുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു, വാക്ക് തർക്കങ്ങളിലേക്ക് നീങ്ങുന്നു.